അത് നമുക്കൊരു ഇവന്റ് കളിക്കാം. ഇവന്റ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരു ബോട്ട് വെട്ടിയാണോ. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ ആദ്യം നോർമൽ ഷിഫ്റ്റർ ഫ്രീക്വൻസി ഇത് മറ്റേ ഷിഫ്റ്ററിലല്ല, സീക്വൻഷ്യലല്ല, നോർമൽ ഷിഫ്റ്ററിൽ വണ്ടി ഓടിച്ച് തുടങ്ങാം. അപ്പൊ എല്ലാവർക്കും വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടി കേട്ടോ. എല്ലാവർക്കും വെൽക്കം. തുടങ്ങാം. Turn around when it is safe to do so. ഓ, അവിടെ തന്നെ ഇടിച്ചാ തുടങ്ങിയത് കേട്ടാ. കുറച്ചധികം പാടാണോടാ ഈ സാധനം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഞാനും ആദ്യം വിചാരിച്ചത് ഈ സെറ്റപ്പ് ഒക്കെ വരുമ്പോ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടാ. ഇതത്ര ഈസി അല്ല. നമുക്ക് ഏതെങ്കിലും റേസ് എടുക്കാൻ പോയാലോ? അണ്ണാ VNSS കോളേജ് പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? എടാ അടിപൊളിയായിരുന്നു. ലവ് ഫ്രം മോഡ്സ് ഫാമിലി. സ്റ്റീവേ താങ്ക് യു സോ മച്ച്. സ്റ്റിയറിംഗിന്റെ POV എല്ലാം വെക്കണം. ഞാനിപ്പോ ഒരു ടെസ്റ്റ് സ്ട്രീം ആയിട്ട് കൊണ്ടുവന്ന സൗണ്ട് കൂടുതലാ ആണോ? ഒന്നിക്ക് ഞാൻ മറ്റേ ഇത് സെറ്റാക്കി തരാം. വെയിറ്റ്. ഓഡിയോ എന്താ നിങ്ങൾക്ക് കൂടെ? മാസ്റ്റർ വോളിയം ആണോ കൂടുതൽ? മാസ്റ്റർ വോളിയം ഞാനൊരു 60, കാർ വോളിയം കുറച്ച് കുറയ്ക്കാം. ടയേഴ്സ് വോളിയം, സ്വിച്ച് വോളിയം, ക്യാബിൻ വ്യൂ ചെയ്യാം. ചെയർ സിമെട്രിക് ആണ് ബ്രോ. സിമെട്രിക്കിന്റെ ചെയർ എടുത്തേക്കുന്നത്. അപ്പൊ എല്ലാരും ഡു ലൈക്ക് ദ സ്ട്രീം, ലൈക്ക് അടിക്കണേ. ക്യാബിൻ വ്യൂ എടുക്കാം. ഗ്ലാസ് ഒക്കെ പൊട്ടിയിരിക്കും. നമുക്ക് ഏതെങ്കിലും റേസ് അറ്റൻഡ് ചെയ്യാൻ പോയി ഈ റേസിൽ പോവാ. ക്യാബിൻ വ്യൂ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഇതാണോ വേണ്ടേ? ഗ്ലാസ് ചെലന്തി വലയാ. എടാ ഗ്ലാസ് ഒക്കെ ഇത് ആരോ ഓടിച്ചു. ആരുമല്ല, ഞാൻ തന്നെയാണ് ഇത് ഓടിച്ച്. എടാ ഇപ്പൊ സൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയില്ലേ? എടാ സൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയില്ലേ? സൗണ്ട് കുറഞ്ഞു പോയി. ഒന്ന് പറയോ അണ്ണാ? വില്ലുമോൻ എന്താ പറ്റിയ? ഓക്കെ അല്ലേ ബ്രോ? ഓക്കെ വരുവാടാ. വരും. സൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയില്ലേ? ഒന്ന് ഇത് ഡിലേ ഉണ്ടോ? പുല്ല് ഇത് കിക്കില് ലൈവ് ചെയ്ത് എനിക്കാണെങ്കിൽ ഇവിടെ വരുമ്പോ മാസ്റ്റർ വോളിയം ലോ കുറഞ്ഞു. ഓക്കെ. അയ്യോ അതിൻ്റെ ഉള്ളിൽ ഒടുക്കത്തെ ചൂട് കൊടുത്ത് AC ശരിയായില്ല കേട്ടാ. സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. സെക്കൻഡ് താങ്ക് യുടാ സെക്കൻഡ് പോരെ. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഈ വണ്ടി ഓടിക്കുന്ന കമന്റ് വായിക്കുന്നതോട് ഒരുമിച്ച് പറ്റൂല കേട്ടോ. ഇത് ചില്ലറ കളിയാണെന്ന് നീയൊക്കെ വിചാരിച്ചിരിക്കണേ. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ പോയാ. കഴിഞ്ഞ ആക്സിഡന്റിൽ എൻ്റെ ഒരു കൈ ഊരിപ്പോയി കണ്ട. എക്സ്ട്രാ കൈയെ വെച്ചിരിക്കണേ. ഇപ്പൊ എക്സ്ട്രാ കൈ വെച്ചാണ് കളിക്കണേ. എന്റെ കൈ കണ്ടോ? അകത്ത് കണ്ടാ നിങ്ങളുമല്ലോ. കഴിഞ്ഞ റേസിൽ എന്റെ കൈയാണ് പോയത്. ഇനി ഒരു കൈ കൂടെ ഉള്ള എനിക്ക്. അര കിലോ കോഴി ഇടിച്ചിട്ടേ റോഡില്. ഞാൻ ഒരു ചെറിയ പ്രോ ഒക്കെ ആയിട്ടാ. ഇന്നലെ തൊട്ട് ഞാനിത് ഗ്രൈൻഡിങ് ഇവിടെ. പോട്ടെ വണ്ടി മാറ്റാം. വണ്ടി ഇപ്പൊ മാറ്റാം. അവിടെ ചെന്നിട്ട് വണ്ടി മാറ്റാം.
ഇപ്പൊ എത്തും നമ്മൾ, ഇപ്പൊ എത്തും. 1.5 മൈലേ ഉള്ളൂ. ഇപ്പൊ എത്തും. ക്രാഫ്റ്റ് പോലും ചെയ്യാതെ ഇവിടെ വരെ എത്തിയേ. ഗിയർ മാറിപ്പോയി. അത്രേ ഉള്ളു, പിന്നെ അല്ല. ഞാൻ ഒരു ചെറിയ പ്രോയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. ഞാനത് കുറച്ച് ദിവസം ഗ്രൈൻഡ് ചെയ്തിട്ട് അസറ്റ് ഓയിലൊക്കെ ഇറങ്ങുന്നുണ്ട്. എല്ലാവരും ഡു ലൈക്ക് ദ സ്ട്രീം. അത് നമുക്കൊരു ഇവന്റ് കളിക്കാം. ഇവന്റ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരു ബോട്ട് വെട്ടിയാണോ. മോബിന്റെ പിങ്ക് ചട്ടി, താങ്ക് യു സോ മച്ച് അത് 40 അണ്ണാ. ഗെയിമർ മാൽബ്രോ ഡേവിസ് ചെയ്യുന്ന അവരോട് ചോദിക്കുക, എല്ലാം മിക്സ് ആക്കി തരും. ഞാൻ സംസാരിക്കാൻ ബ്രോ അവരോട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ എന്തൊരു ബോട്ട് വട്ടിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവും. വാടാ വാടാ. അയ്യോ ഇതെന്തിന് പറ്റല്ലടാ. ഇതാ പോയിക്കാത്തോടെ തന്നെ പോണം കേട്ടാ. ഭാഗ്യം 9ാമതാ, വലിയ താഴെയല്ല. സ്ക്രിപ്റ്റൊന്നും ചെയ്യാൻ അറിഞ്ഞുവിടറാ എനിക്ക്. ഞാൻ അതൊക്കെ പഠിക്കണതേ ഉള്ളടാ. മമ്മി ലൈവാ. ആ പോയിട്ട് വരാൻ പറ അവൻ്റെ അടുത്ത്. ഞാൻ ലൈവാ. വരും, ഞാൻ വിളിച്ചോളാം. ആ ഭാഗ്യം 10ാമതായേ. ഇത് എങ്ങനെ ഓടിക്കോളൂ. ഇതൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നവരെ സമ്മതിച്ചു കൊടുക്കണം. നമ്മൾ അതിനകത്ത് പോയി ഓരോ കമന്റ് ഒക്കെ ഇടൂലേ. അടിയാ പത്താമതെത്തിയേ. പ്രോഗ്രസ് ഉണ്ട്. 6 10-ലെത്തി. അത്രയോടെ വാ. കേറ പോലെ വാടാ. അയ്യോ വലിയ എന്തോ വള വരുന്നത്. അയ്യോ വണ്ടിയുടെ ഒരു 1/2 കിലോ പാർട്സ് അവിടെ പോയേ. ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കണക്കാക്കണ്ട. ആകെ 10 പേരേ ഉള്ളൂ.
അതിൽ 10ാമത്. ഇത് കണ്ട, ഞാൻ വെറുതെ എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് ആഡ് ചെയ്തതാ. 1ാം സ്ഥാനത്ത് ബോട്ട് ഡ്രൈവറിന്റെ പേര് MRC ഗോഗു, 2ാമത് ട്രിക്കി ഗോഡ്, 3ാമത് വില്ലത്തി, 4ാമത് മല്ലു വൈനർ. ഗൈസ്, ഇതാണ് ഈ ഗെയിമിന്റെ ഏകദേശം ഒരു സംഭവങ്ങളൊക്കെ.